ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അതിനാണ് ജീവന്റെ ഉറവുകൾ അരുവിയെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വീണ്ടും ധ്യാനിക്കുകയാണ്. നമുക്ക് ദൈവം നൽകിയ നല്ല സമയത്തിനും സാഹചര്യത്തിനും നന്ദി പറയുന്നു. ജീവജലത്തിൻ്റെ അരുവികൾ അല്ലെങ്കിൽ ദേവാലയത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു. വീണ്ടും തിരുവചനത്തിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിലെ നദികൾ അല്ലെങ്കിൽ തിരുവെഴുത്തിലെ നദികൾ, നദി അല്ലെങ്കിൽ ഉറവ അല്ലെങ്കിൽ ജലം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണല്ലോ. നമുക്ക് ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ച് അറിയാം. അതിലൊരു അതിശക്തമായ പ്രതീകമാണ് ജലം എന്നുള്ളത്. പക്ഷെ ജലം എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണെങ്കിലും ചില അപര്യാപ്തതകൾ ആ പ്രതീകത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നു, നമ്മുടെ വസ്ത്രം കഴുകുന്നു. പക്ഷേ ഈ ജലത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ജലം മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്നു. തുണി കഴുകുന്നു, പക്ഷേ ആ ജലം മലിനമായിപ്പോയി. അതാണ് ആ ജലം എന്ന പ്രതീകത്തിൻ്റെ ഒരു അപര്യാപ്തത. എന്നാൽ അഗ്നി നോക്കൂ, അഗ്നിയിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം കത്തിച്ച് ചാമ്പലാക്കും. അഗ്നി ഒരിക്കലും അശുദ്ധമാവുകയില്ല. ജലമെല്ലാം ഏറ്റെടുക്കും, എല്ലാ അശുദ്ധികളും ആ ജലം ഏറ്റെടുക്കും. പക്ഷേ അഗ്നി അതൊന്നും ഏറ്റെടുക്കില്ല. അഗ്നി എല്ലാം കത്തി ചാമ്പലാക്കി കളയുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഏദൻ തോട്ടത്തെക്കുറിച്ചും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയെക്കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിക്കണമേ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ വാക്യങ്ങൾ. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. മാത്രമല്ല അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. 2-ാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. 3-ാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറയുടെ കിഴക്ക് ഭാഗത്തോട്ട് ഒഴുകുന്നു. 4-ാമത്തെ നദിയുടെ പേര് യുഫ്രട്ടീസ്. ഇത്രയും കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ട നദിയെക്കുറിച്ച്, അതും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കുമല്ലോ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ട നദിയുടെ പേര് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു എന്ന് പറയുന്നു, പക്ഷേ ആ നദിയുടെ പേര് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആ നദി 4 കൈവഴികളായി പിരിഞ്ഞുവെന്നും ആ കൈവഴികൾക്ക് ഓരോ പേരും കൊടുത്തിരിക്കുന്നു. ആ പേരിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദപുസ്തകത്തിൽ എത്രയോ കാര്യങ്ങളാണ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ അധികമൊന്നും പ്രാധാന്യം കൊടുക്കേണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ ദൈവനിവേശിതമാണല്ലോ. ദൈവത്തിൻ്റെ വചന പുസ്തകത്തിലെ ഓരോ വാക്കുകളും ദൈവനിവേശിതമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലതും മറച്ചു വെച്ചിട്ടുണ്ട്. ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 11-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തു പലതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു അതിൽ നിന്ന് പലതും എടുത്തു പറഞ്ഞതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. അത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ എന്തു പറ്റും? യേശുക്രിസ്തു പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു അതിൽ നിന്ന് പലതും ധാരാളം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലോത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിൻ്റെ ഉപദേശം പറയുമ്പോൾ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് അവർ 2 പേരും വേർപെട്ട് ജീവിക്കാൻ പാടില്ല, അവരൊന്നായി ജീവിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉൽപ്പത്തിയിൽ നിന്ന് യേശു കോട്ട് ചെയ്ത വാക്കുകളാണ്.
അതുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ തിരുവെഴുത്തിൽ പറയുന്ന നദികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ പർദീസായിൽ നിന്ന് പുറപ്പെട്ട നദി 4 കൈവഴികളായി പിരിഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ആ 4 കൈവഴികളായി പിരിഞ്ഞ് 1-ാമത്തെ കൈവഴിയുടെ പേര് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കും. ഞാൻ വായിച്ചു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. 1-ാമത്തെ നദിയുടെ പേര് പിഷോൺ എന്നാണ്. പിഷോൺ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. പിഷോൺ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. വെള്ളച്ചാട്ടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ് ആ പേര്. ഞാൻ പറഞ്ഞല്ലോ, ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടം, പിഷോൺ എന്ന വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ആ വെള്ളച്ചാട്ടം എങ്ങോട്ട് ഒഴുകുന്നു എന്ന് ശ്രദ്ധിക്കണമേ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ നദിയുടെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. സ്വർണം, വേദപുസ്തകത്തിൽ സ്വർണ്ണം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് കേട്ടോ. സ്വർണത്തിനിപ്പോൾ വലിയ വിലയുള്ള സമയമാണ്. സ്വർണം എന്ന വാക്കിൻ്റെ അർത്ഥം ആരാന്നോ പറഞ്ഞു തരുന്നത്? പത്രോസ് ലീഹയാണ്. പത്രോസ് ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. സ്വർണം, സ്ത്രീകളുടെ കാതിൽ കിടക്കുന്ന സ്വർണം, കൈകളിലൊക്കെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, ഈ സ്വർണ്ണമെല്ലാം എവിടെ വെച്ചാൽ അത് ആഭരണങ്ങളായിട്ട് മാറുന്നത്? സ്വർണം കുറേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ആഭരണമായിട്ട് മാറും? ഇല്ല. സ്വർണം തീയിലിടണം. സ്വർണം തീയിലിട്ട് കഴിയുമ്പോൾ തീയിലിട്ട് ഉരുക്കിയിട്ടാണ് അതിനെ ആഭരണങ്ങളാക്കി മാറ്റുന്നത്. ഇതുപോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. ഈ നദി ഏതിലൊഴുകുന്നു? പിഷോൺ വെള്ളച്ചാട്ടം ഏതിലൊഴുകുന്നു? സ്വർണത്തിൻ്റെ നാട്. സ്വർണം വിശ്വാസിയെ സൂചിപ്പിക്കുന്നു, വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. നിന്റെ വിശ്വാസം കറയറ്റ വിശ്വാസമാക്കി മാറ്റും, നല്ല വിശ്വാസിയാക്കി മാറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കൊണ്ടാണ് ഒരു വിശ്വാസി നല്ല വിശ്വാസിയായിട്ട് മാറുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധി, അദ്ദേഹം നിർമ്മലനായിട്ട് തീരും, സത്യസന്ധനായിട്ടുള്ള മനുഷ്യനായിട്ട് മാറും, കറയറ്റ മനുഷ്യനായിട്ട് മാറും. നോഹയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടില്ലേ? ആ തലമുറയിലെ കറയറ്റ മനുഷ്യനെന്ന് പറയുന്നില്ലേ? പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ കാണാൻ സാധിക്കുമോ? ജോസഫിന് ഒരു കുറ്റം കാണാൻ സാധിക്കില്ല. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന ദാനിയേലിന് എന്തെങ്കിലും ഒരു കുറ്റം കാണിച്ചു തരാൻ പറ്റുമോ? ആ കുറ്റം കാണിക്കും. എന്താണ്? അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്ന് കുറ്റം കാണിക്കാം, അല്ലാതെ ഒരു കുറ്റം കാണില്ല. ഇങ്ങനെ തികവുള്ള മനുഷ്യരാക്കി മാറ്റുന്നു ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം. അല്ലെങ്കിൽ ഈ പീഷോൺ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഏതിലൊഴുകുന്നു? സ്വർണത്തിൻ്റെ നാടായ ഹവില ചുറ്റി ഒഴുകുന്നു. അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണം എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസിയെ നല്ല നല്ല ഒന്നാന്തര വിശ്വാസിയാക്കി മാറ്റുന്നു. ഏതിലെ ഒഴുകുന്ന മനസ്സിലാക്കണം. ഹവില എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം. ഹവില എന്ന വാക്കിൻ്റെ അർത്ഥം വേദന സഹിക്കുന്നത് എന്നാണ്. വേദന സഹിക്കുന്നത്. എന്തുമാത്രം ആളുകളാണ്, എന്തുമാത്രം വിശ്വാസികളാണ് കഠിനമായ രോഗപീഠയിലൂടെ കടന്നു പോകുന്നവർ, കഠിനമായിട്ടുള്ള ചില പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അവർ ആത്മഹത്യ ചെയ്യുന്നില്ല കേട്ടോ, അവർ ദൈവത്തെ തെറി വിളിക്കുന്നില്ല കേട്ടോ, അവർ പരാതി പറയുന്നില്ല കേട്ടോ. കാരണം എന്താ? ആ പിഷോൺ, ആ വെള്ളച്ചാട്ടമില്ലേ, ആ നദി അവരിലൂടെ, അവരുടെ നെഞ്ചിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറവ അവരുടെ നെഞ്ചിലൂടെ ഒഴുകുന്നുകൊണ്ട് അവർ പരാതിയില്ലാത്ത മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നു. ഹവില ചുറ്റി ഒഴുകുന്നു. വേദന സഹിക്കുന്ന മനുഷ്യരാക്കി അവരെ മാറ്റുന്നു. പരാതി പറയുന്നില്ല, അവരവിടെ കിടന്ന് ദൈവത്തെ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയാണ്. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. പാപിയായ മനുഷ്യന് പാപം നെഞ്ചകത്തുണ്ടെങ്കിൽ അവന് സ്തുതിഗീതം ചേരത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ വെള്ളച്ചാട്ടം പീഷോൺ നദി ഒഴുകുന്നത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യനെ സംശുദ്ധിയുള്ള മനുഷ്യരാക്കി മാറ്റും, ഉത്തമനായിട്ടുള്ള വിശ്വാസിയാക്കി മാറ്റും. കഷ്ടതകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തുണ നൽകുന്നു. എത്രയോ മനോഹരമായ കാര്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആ ഏദൻ തോട്ടത്തിൽ പുറപ്പെട്ട നദിയുടെ ഒരു കൈവഴിയായ പീഷോണിനെ കുറിച്ച് ദൈവം മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ പേരും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആ പേരിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത്തെ കൈവഴിയിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ നദിയുടെ പേര് വേദപുസ്തകത്തിൽ എഴുതിയത് ഞാൻ വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാം വാക്യം. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ എന്നാണ്. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. ഗിഹോൺ എന്താണെന്നറിയാമോ? ഗിഹോൺ എന്ന വാക്ക് ഒരു പ്രത്യേക പേരില്ലേ? ഗിഹോൺ എന്ന് പറഞ്ഞാൽ കൃപയുടെ താഴ്വര എന്നാണ് വാക്യത്തിൻ്റെ പേര്. ആ പേരിൻ്റെ അർത്ഥം ഇതാണ്, കൃപയുടെ താഴ്വര. ഗിഹോൺ ഒരു നദിയാണ്. രണ്ടാമത്തെ ആ കൈവഴി, ആ നദിയുടെ പേര് ഗിഹോൺ, കൃപയുടെ താഴ്വര. എന്തിനാ ചുറ്റി ഒഴുകുന്നു? അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആ ചുറ്റി ഒഴുകുന്നത് കുഷ് എന്ന നാടിനെ. കുഷ് എന്ന വാക്കിൻ്റെ അർത്ഥം കരിഞ്ഞ മുഖം. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ആളുകൾ കരിഞ്ഞ മുഖവും മനസ്സുമുള്ളവരാണ്. കരിഞ്ഞ മുഖം.
നമുക്ക് വിലാപങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ടല്ലോ. വിലാപങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറയുക, കരച്ചിലാണ്. ആരുടെ കരച്ചിലാണെന്ന് അറിയാമോ? അത് ജെറമിയ പ്രവാചകൻ്റെ കരച്ചിൽ. അദ്ദേഹം കരയുകയാണ്. എന്താ കരയുന്നത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ പ്രവാസമുണ്ടായ, ബാബേൽ പ്രവാസം. അദ്ദേഹം പറഞ്ഞു എല്ലാറ്റിനെയും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകട്ടോ. അദ്ദേഹത്തിന് വലിയ സന്ദേശം കിട്ടി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പക്ഷെ ആളുകൾ വിശ്വസിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തന്നെ സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞത് തന്നെ സംഭവിച്ചു. ബാബിലോൺ ആ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആളുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. പുരോഹിതന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ചില കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് പിന്നെ അവരുടെ തല തറയിലടിച്ച് കൊന്നു. എന്ത് പറ്റിയെന്ന് അറിയുമോ? വിലാപങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു, തെരുവീതിയിൽ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞ മുഖമായിട്ടുള്ള മനുഷ്യർ. എന്തുകൊണ്ട്? അവരുടെ ദേവാലയം തകർന്നുപോയി, അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി, അവരുടെ ആലയത്തിന് തീ വെച്ച് എല്ലാം നശിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവരുടെ സന്തോഷമെല്ലാം കെട്ടുപോയി, അവർ ദുഃഖിതരായി, അവർ പരാജിതരായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിലാക്കണം, ഇങ്ങനെ കരിഞ്ഞ മുഖമായി കഴിഞ്ഞ ആളുകൾ. ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ള ആളുകൾ. എന്നാൽ ഈ നദി ഒഴുകിയാലുണ്ടല്ലോ, ഈ ഗിഹോൺ എന്ന് പറഞ്ഞാൽ കൃപയുടെ താഴ്വര, ആ ദൈവത്തിൻ്റെ നദി, ഈ ഗിഹോൺ പ്രവാഹം ദൈവത്തിൻ്റെ കൃപയാണ്. പാപികളായ മനുഷ്യരിലേക്ക് അത് ഒഴുകിക്കഴിഞ്ഞാൽ അയാൾ തിളക്കമുള്ള മനുഷ്യനായിട്ട് മാറും. അദ്ദേഹത്തിനെ തിളക്കമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ തകർന്ന് തരിപ്പണമായി നിരാശയിൽ കഴിയുന്ന ഒരാളാണോ? നിനക്ക് വേണ്ടി യേശു ക്രിസ്തു യാഗമായെന്ന് മറക്കരുത്. ആ യേശുവിനെ നീ സമീപിച്ചാൽ, തന്നെ സമീപിക്കുന്ന ആരെയും അവൻ കൈവിടുകയില്ല. ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്നാൽ അവരെ ഒരു നാൾ ഞാൻ കൈവിടുകയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ നദി നിൻ്റെ അടുക്കലേക്ക് ഒഴുകും. അത് നിൻ്റെ അടുക്കലേക്ക് വന്ന് പെട്ടാലുണ്ടല്ലോ, നിൻ്റെ ഈ കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് നിനക്ക് ഇതൊരു പുതുജീവൻ ഉണ്ടായി കിട്ടും. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ചെടികളെല്ലാം നനയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വെള്ളം അങ്ങോട്ട് ചെന്ന് കുറച്ച് കഴിയുമ്പോൾ നല്ല ഓജസ്സോടെ നിൽക്കുന്നത് കാണാം. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാടിപ്പോയതിനെല്ലാം ഉണർവുള്ളതാക്കി, ഓജസ്സുറ്റതാക്കി, തേജസ്സുറ്റതാക്കി മാറ്റും. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് മറക്കരുത്, ഗിഹോൺ എന്ന് പറയുന്ന കൃപയുടെ താഴ്വരയാണ്. കൃപയുടെ താഴ്വര ഒഴുകുന്ന സ്ഥലം മറക്കരുത്. കുഷ് എന്ന നാടിനെ ചുറ്റൊഴുകുന്ന കരിഞ്ഞ ആ മേഖലകളെല്ലാം കത്തിക്കരിഞ്ഞ് പോയതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വീണ്ടും പുതിയതാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ സാധിക്കും. അതുകൊണ്ട് ചില ഭവനം മുടിഞ്ഞ് കിടക്കുന്ന ചില ഭവനങ്ങളുണ്ട്. എല്ലാവരും നിരാശയിലായി, മദ്യത്തിനും മറ്റ് ലഹരികൾക്കൊക്കെ അടിമയായി, ഇനി ഒരിക്കലും ഉയരാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നു. നീ അങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത്. ദൈവത്തിൻ്റെ വചനം നിന്നോടാണ് പറയുന്നത്. നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, നിനക്ക് പുതിയ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയുടെ താഴ്വര നിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നു, നിൻ്റെ ഓഫീസിലേക്ക് ഒഴുകുന്നു. നീ എവിടെയായിരിക്കുന്നു അവിടേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകും. വിശ്വസിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് ഒഴുകുന്നു, നിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നു നിനക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൃപയുടെ താഴ്വര, അതെ, ആ നദി 2-ാമത്തെ നദിയുടെ പേരാണ്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. നദിയുടെ ആ കൈവഴി വീണ്ടും 3-ാമത്തെ കാര്യമാണ് വായിക്കുന്നത്. പിന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ നദിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. 14-ാം വാക്യത്തിൽ 3-ാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് എന്നാണ്. ടൈഗ്രീസ്. ചില വാക്കുകൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ട്. അതിൽ ഒരു അർത്ഥം ഞാൻ പറയാം. ടൈഗ്രീസ് എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം നേർത്ത നാദം, നേർത്ത ശബ്ദം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെയാണ്? നേർത്ത ശബ്ദം, നിമന്ത്രണം. നിൻ്റെ കാതിൽ നിമന്ത്രിക്കും. ദൈവത്തിൻ്റെ സ്വരം അങ്ങനെയാണ്. വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. ദൈവം മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ദൈവം നിമന്ത്രണം നൽകും. ദൈവത്തിൻ്റെ സ്വരം, നേർത്ത നാദം. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 8-ാമത്തെ അധ്യായം 26-ാം വാക്യത്തിൽ കാണാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ മധ്യസ്ഥം വഹിക്കും. നേർത്ത നിമന്ത്രണം കേൾക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ദൈവം നമ്മോട് സംസാരിക്കും. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം നിങ്ങൾ വീട്ടിൽ ചുമ്മായിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണമേ. 28 അധ്യായമുണ്ട് ആ പുസ്തകത്തിന്. അയ്യോ, അപ്പോസ്തലന്മാരോട് ദൈവം സംസാരിക്കുന്നത് കാണാം. പീലിപ്പോസിനോട് സംസാരിക്കുന്നു, എഴുന്നേറ്റ് തെക്കോട്ട് നടക്കുക, ഗാസയുടെ പാതയിൽ വന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അവരൊക്കെ ശ്രവിക്കുന്നത് കാണാം. ദൈവദൂതന്മാരിലൂടെ ഇടപെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ
അപ്പോസ്തലന്മാർക്കുണ്ടാകുന്ന കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അവരുടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ഇന്നും സാധിക്കും മനുഷ്യന്. ട്യൂണിങ് കറക്റ്റായിരിക്കണം. ട്യൂണിങ്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സൊന്ന് ട്യൂൺ ചെയ്താൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. എത്രയോ ദൈവഭക്തന്മാർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് നമുക്കറിഞ്ഞുകൂടെ? ദാവീദ് കാട്ടിലൂടെ ഓടുകയാണ്. എന്താ കാട്ടിലൂടെ ഓടുന്നത്? ദാവീദ് രാജാവായിരുന്നു. രാജാവാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു, നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അബ്സലോം എന്ന് പറഞ്ഞ രാജകുമാരനുണ്ട്. വലിയ മുടിയെല്ലാം ഇങ്ങനെ വലിയ ഫാഷനായിട്ട് വെട്ടി നടക്കുന്ന ആളായിരുന്നു. പിന്നെ അബ്സലോം എന്ന പേര്. അദ്ദേഹത്തിന് മറ്റൊരു മകനുണ്ട് അമ്നോൻ. അബ്സലോം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പനെ ഓടിച്ചു. അവൻ ഓടാണ്, ഇതിൽ കാട്ടിലൂടെ കിടന്ന് ഓടുന്നു. വായിക്കണം, 3-ാം സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഹെഡിങ് അപകടത്തിൽ ആശ്രയുന്ന. എന്നിട്ട് അതിൻ്റെ താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ, അബ്സലോം രാജകുമാരൻ ഓട്ടിച്ചപ്പോൾ ദാവീദ് പാടിയ പാട്ടാന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അതിലൊരു വാക്യമുണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പനെ മകൻ ഓടിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ മകൻ നമ്മളെ ഓടിച്ചു. നമ്മൾ വല്ല കടത്തെണ്ണകളിൽ പോയി കിടക്കുകയാണ്, അല്ലെങ്കിൽ കാട്ടിൽ പോയി കിടക്കുകയാണ്, വല്ല സമാധാനം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ദാവീദ് കാട്ടിലെവിടെയോ കിടന്നുറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അദ്ദേഹം ശാന്തമായി മകനെ ഓടിച്ച് അപ്പൻ ഏതോ കാട്ടിൽ ഏതോ പാറയുടെ എറമ്പിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എന്താ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണമേ. അദ്ദേഹം പട്ടുമെത്തയിൽ കിടന്നപ്പോൾ എന്തു പറ്റി? അദ്ദേഹം വ്യഭിചാരം ചെയ്തു. അദ്ദേഹം കാട്ടിലൂടെ ഓടി നടക്കുമ്പോൾ അദ്ദേഹം സങ്കീർത്തനം എഴുതുന്നു. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, സുഖങ്ങളേറെയുള്ളപ്പോൾ ദാവീദ് പാപത്തിലേക്ക് പോയി. എന്നാൽ കഷ്ടത വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ പുറപ്പെടുന്നു. ദാവീദിനെ കഷ്ടതയുടെ ചൂളയിലിട്ട് ദൈവം ഞെക്കിപ്പിഴിഞ്ഞപ്പോൾ വന്ന ചാറിൻ്റെ പേരാണ് സങ്കീർത്തനങ്ങൾ. കഷ്ടതയുടെ ചൂളയിൽ കിടന്ന് ഞെക്കി പിഴിയുമ്പോൾ ഒഴുകുന്ന ചാറാണ് എന്ത്? സങ്കീർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയിരിക്കണം, ടൈഗ്രീസ്, ദൈവത്തിൻ്റെ നേർത്ത ശബ്ദം നിനക്ക് കേൾക്കാൻ ചില കഷ്ടതകളിലൂടെ കടത്തിവിടും. ഈ വിത്തില്ലേ, വിത്ത് നെൽവിത്തായിരിക്കുള്ള ഏത് വിത്തുമായിക്കൊള്ളട്ടെ, തറയിലിട്ട് നോക്കിയാൽ, ടൈൽസ് പാകിയ തറയിലിട്ട് നോക്കിയാൽ മുളയ്ക്കുകയോ? മുളയ്ക്കുകയില്ല. മണ്ണ് ഉറച്ചു കിടക്കുന്ന സ്ഥലത്തിട്ട് നോക്കിയാൽ മുളയ്ക്കുകയില്ല. മുളയ്ക്കണമെങ്കിൽ എവിടെ ഇടണം? നല്ല ഉഴുതുമറിച്ച നിലത്തിടണം. ഇതുപോലെ മനുഷ്യൻ്റെ ഹൃദയം ഉഴുതുമറിച്ച നിലം പോലെ ആകണമെങ്കിൽ കഷ്ടതകൾ വരണം പ്രിയപ്പെട്ടവരെ. കഷ്ടതയുടെ സമയത്ത് അയാൾ കർത്താവിലേക്ക് തിരിയുമെങ്കിൽ, കഷ്ടതയ്ക്ക് പ്രത്യേക ഗുണവും ദോഷമൊന്നുമില്ല കേട്ടോ, പക്ഷെ കഷ്ടതയുടെ സമയത്ത് നീ കർത്താവിലേക്ക് തിരിയുമെങ്കിൽ നിന്റെ ഹൃദയനിലം ഒരുക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനവിത്ത് വീഴാൻ പറ്റിയ സമയമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ നിനക്ക് കേൾക്കാൻ സാധിക്കും. നേർത്ത നാദൻ, ടൈഗ്രീസ്, ദൈവത്തിൻ്റെ നേർത്ത ശബ്ദങ്ങൾ. ഇത്ര കാലം നമ്മൾ ആരുടെ ശബ്ദം കേട്ടു? ചില മനുഷ്യരുടെ ശബ്ദം കേട്ടു, ലോകത്തിൻ്റെ ഇമ്പസ്വരങ്ങൾ കേട്ടു നടന്നു. എന്നാൽ ഇന്ന് മുതൽ ദൈവം നമ്മളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നേർത്ത ശബ്ദം കേൾക്കാൻ നമ്മുടെ ഈ കാതുകളിൽ മാത്രമല്ല, നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തക്ക വിധത്തിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. തീർന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത നദിയുടെ പേര്, 4-ാമത്തെ നദിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. 4-ാമത്തെ നദി യൂഫ്രട്ടീസ്. 4-ാമത്തെ നദി യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസിനെ ഫ്രാത്ത് എന്ന് കൂടെ പറയും. യൂഫ്രട്ടീസ് അഥവാ ഫ്രാത്ത്. യൂഫ്രട്ടീസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടിയുള്ളത്, ഫ്രൂട്ട്ഫുൾ എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന നദി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുമ്പോൾ നീ പിന്നെന്താണ് പറയുക? ഫ്രൂട്ട്ഫുള്ളാവും. നമ്മുടെ ജീവിതം മീനിങ് ഫുള്ളാവും. നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഫലങ്ങളുള്ള മനുഷ്യനാക്കി മാറ്റും. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി. 9 ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഒരൊറ്റ വാക്ക് പറയട്ടെ, ഞാൻ ഇതിനെല്ലാം കൂട്ടിയിട്ടൊരു വാക്ക് പറയാം. ഈ 9 ഫലങ്ങൾ കൂട്ടിയൊരു വാക്കാണ് ദൈവ സ്വഭാവം. നമുക്ക് ദൈവ സ്വഭാവമുള്ള ആളായിട്ട് മാറുന്നു. എന്നെ കേൾക്കുന്ന അപ്പച്ച ദൈവ സ്വഭാവമുള്ള ആളായിട്ട് മാറും. എന്നെ കേൾക്കുന്ന സഹോദരി ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ആളാക്കി മാറ്റും. എങ്ങനെ? ദൈവത്തിൻ്റെ ജീവജല നദി നിന്നിലേക്ക് ഒഴുകുമ്പോൾ, എന്നിലേക്ക് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവ സ്വഭാവമുള്ള ആളായിട്ട് മാറും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ആ വാക്യം വായിച്ചു നോക്കണം. ദുരാശ മൂലം ലോകത്തിലുള്ള വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ ദുരാശ മൂലമാണ് ലോകത്തിൽ എന്തുണ്ടാകുന്ന വിനാശം. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകേണ്ടതിന്. കണ്ടോ? ദുരാശ മൂലമുള്ള
വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം പോരാ, പാപസ്വഭാവത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് അകന്നാൽ പോരാ, പിന്നെയോ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകണം. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അങ്ങനെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവ സ്വഭാവമുള്ള മനുഷ്യരാക്കി മാറ്റാൻ. ദൈവ സ്വഭാവം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, എൻ്റെ സ്വഭാവത്തിൽ രൂപാന്തരീകരണം വരുത്തണമേ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നിന്റെ ക്രോമസോം എങ്ങനെയാണ്, നിന്റെ ജീനുകളിൽ എന്താണ്, അതിൽ വിട്ട് ഒരു ചുക്കും ഒന്നും നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരില്ലെന്ന്. എന്ന് ഓർത്തോണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്റെ ജീനുകളിൽ ഇടപെടാൻ സാധിക്കും. നിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നിന്റെ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ സൃഷ്ടികൾക്ക് രൂപാന്തരീകരണം പ്രാപിക്കാൻ സാധിക്കും. സൃഷ്ടാവിൻ്റെ സ്പർശനത്താലും സൃഷ്ടാവിൻ്റെ അഭിഷേകത്താലും മനുഷ്യന് മാറ്റം വരും. ഒരൊറ്റ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മാത്രമേ നമ്മളങ്ങനെ രൂപാന്തരപ്പെടുത്താൻ പറ്റൂ. പ്രിയപ്പെട്ടവർ, വെറും മണ്ണ് കുഴച്ച് ആ മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി അതിൻ്റെ മൂക്കിലേക്ക് നാസാരന്തരങ്ങളിലേക്ക് ഊതിയപ്പോൾ അതിന് ജീവശ്വാസം കിട്ടി മനുഷ്യനായിട്ട് മാറിയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഊതൽ കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയുമോ? നമ്മൾ തേജസ്സുള്ള മനുഷ്യരായിട്ട് മാറും. ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരായിട്ട് മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള മനുഷ്യരായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, രണ്ട് തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. യൂദാസിൻ്റെ ലേഖനമുണ്ട് ബൈബിളിലെ. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ തൊട്ട് മുമ്പ് ഒരു ലേഖനം കാണാം. അവിടെ കാണാം, ഒരൊറ്റ അധ്യായമുള്ളൂ. 19-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവല ലൗകികരുമായവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവല ലൗകികരുമായ ചില മനുഷ്യരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴോ ദൈവ സ്വഭാവമുള്ളവരായിട്ട് മാറും. അങ്ങനെ ദൈവ സ്വഭാവമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറട്ടെ. നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ മാറട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ദൈവ സ്വഭാവമുള്ള ആളുകളായിട്ട് മാറാൻ. അതുകൊണ്ട് ഓർത്തിരിക്കണം, നമ്മൾ ധ്യാനിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഏതെന്ന് പുറപ്പെട്ട നദി, പേരില്ലാത്തൊരു നദി, എന്നാൽ അത് 4 കൈവഴികളായി പിരിഞ്ഞു. പിഷോൺ, ഗിഹോൺ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥതലങ്ങൾ നമ്മൾ കണ്ടു. ആ നദിയാണ് നമ്മളിലേക്ക് ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവ സ്വഭാവമുള്ളവരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിച്ച് ദൈവ സ്വഭാവമുള്ളവരാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.